തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോൾ സല്യൂട്ട് സ്വീകരിക്കുകയാണ്. സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഇപ്പോൾ നമ്മുടെ പ്രതിനിധി ഷഫീദ് റാവുത്തറുണ്ട്. നല്ല മഴ കനത്ത് പെയ്യുന്നു തിരുവനന്തപുരത്ത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഷഫീദ്, സ്വാതന്ത്ര്യദിനാശംസകൾ. ഇപ്പോൾ എന്താണ് നടക്കുന്ന ചടങ്ങുകൾ? നല്ല മഴയിൽ കുതിർന്ന സ്വാതന്ത്ര്യദിന ആഘോഷമാണോ തലസ്ഥാനത്ത് ഇപ്പോൾ അരങ്ങേറുന്നത്? തിരുവനന്തപുരത്ത് കനത്ത മഴയാണ്. കനത്ത മഴയ്ക്കിടെയാണ് തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ സ്വാതന്ത്ര്യദിന പരേഡ് പുരോഗമിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോൾ അഭിവാദനം സ്വീകരിക്കുകയാണ്. പ്ലറ്റൂണുകളിൽ നിന്ന് ഇപ്പോൾ കടന്നുപോയത് ഈ പരേഡ് കമാൻഡർ അശ്വതി ജിജി, പാലക്കാട് SP ആണ്. അശ്വതി ജിജിയാണ് ഈ പരേഡിന്റെ കമാൻഡർ കടന്നുപോയിരിക്കുന്നു. ഇപ്പോൾ മാർച്ച് പാസ്റ്റ് അടക്കമുള്ള കാര്യങ്ങൾ നടക്കുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഡയസിൽ അഭിവാദനം സ്വീകരിക്കുന്നതാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. മുൻപ് ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ തിരുവനന്തപുരത്ത് കനത്ത മഴയുണ്ട്. ആ മഴയ്ക്കിടെയാണ് സ്വാതന്ത്ര്യദിന പരേഡ് നടക്കുന്നതും. മാത്രവുമല്ല, ഇതിൽ ഏറ്റവും പ്രധാനമായും നമുക്ക് എടുത്തു പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യം, ഈ ശക്തമായ മഴയിലും ഏതാണ്ട് 26ഓളം പ്ലറ്റൂണുകൾ അണിനിരന്നുകൊണ്ട് നടക്കുന്ന ആഘോഷ പരിപാടികൾ അത് നമുക്ക് ഈ സെൻട്രൽ സ്റ്റേഡിയത്തിൽ കാണാൻ സാധിക്കും. അല്പസമയത്തിനുള്ളിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സ്വാതന്ത്ര്യദിന പ്രസംഗവും ഉണ്ടാകും. തമിഴ്നാട് പോലീസിന്റെ അടക്കമുള്ള പ്ലറ്റൂണുകളാണ് ഇപ്പോൾ ഈ സ്വാതന്ത്ര്യദിന പരേഡിൽ തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിന്റെ സംസ്ഥാന സ്വാതന്ത്ര്യദിന പരേഡിൽ അണിനിരന്നിട്ടുള്ളത്. അവർ മാർച്ച് പാസ്റ്റ് ചെയ്ത് പോകുന്നതും മുഖ്യമന്ത്രി അഭിവാദനം സ്വീകരിക്കുന്നതും നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. കഴിഞ്ഞ ഏതാണ്ട് 10 മിനിറ്റോളം സമയമായി ഈ തിരുവനന്തപുരത്ത് കനത്ത മഴയുണ്ട്. ആ മഴയ്ക്കിടെയാണ് ഈ സ്വാതന്ത്ര്യദിന പരേഡ് എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അല്പസമയത്തിലുള്ള 9:30 എന്നുള്ള സമയമാണ് ക്രമീകരിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ പ്രസംഗം 9:30 ഏതാണ്ട് 10:27 ആയിരിക്കും ഔദ്യോഗികമായി ഈ പരിപാടി സ്വാതന്ത്ര്യദിന പരേഡ് സമാപിക്കുക. ഇപ്പോൾ KFP 3-ാം ബറ്റാലിയൻ കടന്നുപോകുന്നു മുഖ്യമന്ത്രിക്ക് അഭിവാദനം അർപ്പിച്ചുകൊണ്ട്. റാവുത്തറാണ് വിവരങ്ങൾ നൽകിയത്. ചെങ്കോട്ടയിൽ നടത്തിയ പ്രസംഗത്തിന് ശേഷം പ്രധാനമന്ത്രി മടങ്ങുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. അദ്ദേഹം നടത്തിയ പ്രസംഗത്തിൽ ലോകത്തിലെ 3ാമത്തെ ശക്തിയായി ഇന്ത്യ വളരും എന്ന് അദ്ദേഹം ഡൽഹിയിൽ ചെങ്കോട്ടയിൽ രാജ്യത്തെ അഭിസംബോധന ചെയ്യുകയും അദ്ദേഹം പറയുകയുണ്ടായി. അദ്ദേഹം മടങ്ങിപ്പോകുന്ന ഒരു തത്സമയ ദൃശ്യമാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. രാവിലെ 7:30 അദ്ദേഹത്തിൻ്റെ പ്രസംഗം ഡൽഹി ചെങ്കോട്ടയിൽ ആരംഭിച്ചത്. വിവിധ മേഖലകളിൽ ഇന്ത്യ കൈവരിച്ച നേട്ടം അദ്ദേഹം ഊന്നി പറയുകയുണ്ടായി. ലോകത്തെ മഹാശക്തിയായി ഇന്ത്യ 2047 വളരും എന്ന് അദ്ദേഹം പറഞ്ഞു. ഇപ്പോൾ തിരുവനന്തപുരം ചന്ദ്രശേഖരനാഥ് സ്റ്റേഡിയത്തിൽ സ്വാതന്ത്ര്യദിന ആഘോഷ പരിപാടികൾ ആരംഭിച്ചു. എന്നാൽ നിർഭാഗ്യവശാൽ കനത്ത മഴ അവിടെ തുടരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. രാധാകൃഷ്ണൻ നമുക്കൊപ്പം ഡൽഹിയിൽ നിന്ന് അല്പനിമിഷങ്ങൾക്കകം ചേരുന്നുണ്ട്. ഡൽഹിയിൽ വളരെ വർണ്ണാഭമായ ചടങ്ങിലാണ് ഇന്ന് സ്വാതന്ത്ര്യദിന ആഘോഷം നടക്കുന്നത്. ഡൽഹി മുഴുവൻ 78ാമത് സ്വാതന്ത്ര്യദിന ആഘോഷത്തിൻ്റെ നിറവിലാണ്. ലോകം മുഴുവനുള്ള ഭാരതീയർ ആവേശത്തോടെ അഭിമാനത്തോടെ ഓർക്കുന്ന ഒരു സ്വാതന്ത്ര്യ ദിനമാണ് ഇന്ന് 78ാം സ്വാതന്ത്ര്യ ദിനമാണ്. ഓരോ നേട്ടവും എടുത്തു പറഞ്ഞായിരുന്നു പ്രധാനമന്ത്രിയുടെ പരാമർശം. അതേപോലെ ദുരന്തബാധിത പ്രദേശങ്ങളിലുള്ള ആളുകൾക്ക് അദ്ദേഹം അവരുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നതായി അറിയിച്ചു. രാധാകൃഷ്ണൻ കൂടി ചേർന്നു. രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി വളരെ ഊന്നി പറഞ്ഞ കാര്യം ലോകത്തെ മഹാശക്തിയായി 2047 ഇന്ത്യ സ്ഥാനം പിടിക്കുമെന്നാണ്. 3ാമത്തെ വേൾഡ് പവറായി ഇന്ത്യ മാറും എന്ന് അദ്ദേഹം പറഞ്ഞു. വളരെ പ്രധാനപ്പെട്ട മറ്റു ചില സന്ദേശങ്ങൾ കൂടി നൽകിക്കൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തിന്റെ അവസാനിപ്പിച്ചത്. ഏറെ പ്രധാനപ്പെട്ട കാര്യം, രാജ്യത്ത് ഒരു മതേതര സിവിൽ കോഡ് വേണം എന്നുള്ള കാര്യം അദ്ദേഹം പറഞ്ഞു. രാജ്യത്ത് ഒരു തിരഞ്ഞെടുപ്പ് എന്ന രീതിയിലേക്ക് രാജ്യം മാറണം എന്ന നിർദ്ദേശവും അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായി. ഒപ്പം ബംഗ്ലാദേശ് വിഷയത്തിലെ പ്രതികരണവും അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഈ ഘട്ടത്തിൽ ഉണ്ടായി എന്നതും ഏറെ പ്രധാനപ്പെട്ടതാണ്. നിലവിലുള്ള സാഹചര്യത്തിൽ വലിയ പ്രാധാന്യം ഈ 3 വിഷയങ്ങൾക്കുണ്ട്. ഒരു മതേതര സിവിൽ കോഡ് രാജ്യത്ത് വേണം എന്നുള്ളത് ഈ നിലവിലുള്ള സാഹചര്യത്തിൽ പ്രധാനപ്പെട്ടതാണ്. നമുക്കറിയാവുന്നതുപോലെ BJP അവരുടെ പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തുകയും സംഘപരിവാർ അവരുടെ അജണ്ടയുടെ ഭാഗമാക്കുകയും ചെയ്തിരുന്നതാണ് രാജ്യത്ത് സിവിൽ കോഡ്. ഇതിന്റെ ഭാഗമായിട്ട് വ്യത്യസ്തങ്ങളായിട്ടുള്ള രാജ്യങ്ങളിൽ സംസ്ഥാനങ്ങളിൽ ഈ സിവിൽ കോഡുമായി ബന്ധപ്പെട്ട നിയമനിർമ്മാണം നടക്കുകയും ചെയ്യുന്നുണ്ട്. ഉത്തരാഖണ്ഡ് അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ അത് നടക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇത് രാജ്യവ്യാപകമായിട്ട് തന്നെ, അഥവാ രാജ്യത്ത് ഒരു ഏക സിവിൽ കോഡ്, മതേതര സിവിൽ കോഡ് വേണം എന്ന നിർദ്ദേശം പ്രധാനമന്ത്രി മുന്നോട്ട് വെച്ചിരിക്കുന്നു. വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് സ്വാതന്ത്ര്യ ദിന പ്രസംഗം നടത്തിയതിന് ശേഷം പ്രധാനമന്ത്രിയുടെ വാഹന വ്യൂഹം മടങ്ങുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. ഡൽഹിയിലെ ചെങ്കോട്ടയിൽ ഏതാണ്ട് 2 മണിക്കൂറിലധികം നീണ്ടുപോയ പ്രസംഗത്തിന് ശേഷമാണ് പ്രധാനമന്ത്രി ഇപ്പോൾ മടങ്ങുന്നത്. ഇപ്പോൾ തൃശ്ശൂരിൽ സ്വാതന്ത്ര്യദിന ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ഡോക്ടർ ബിന്ദു.
അതിൻ്റെ ദൃശ്യമാണ് ഇപ്പോൾ കാണുന്ന. സൂരജ് സജി കൂടി നമുക്കൊപ്പം പെട്ടെന്ന് ചേരുന്നു. സൂരജ് സജി, വളരെ സംക്ഷിപ്തമായി എന്താണ് തൃശ്ശൂരിലെ ചടങ്ങിൻ്റെ വിശേഷങ്ങൾ പറയൂ. SK തൃശ്ശൂരിലും വിപുലമായ ആഘോഷങ്ങൾ തന്നെയാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഇപ്പോൾ ഈ പല വിഭാഗങ്ങളുടെയും സല്യൂട്ട് സ്വീകരിച്ചതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, ദൃശ്യങ്ങളിൽ കണ്ടത്. ഇപ്പോൾ ഈ പരേഡ് പൂർത്തിയായിരിക്കുന്നു. അല്പസമയത്തിനകം തന്നെ ഈ സ്വാതന്ത്ര്യദിന ആശംസ അത് ബിന്ദു ടീച്ചർ അർപ്പിക്കുകയും ചെയ്യും. പോലീസ്, എക്സൈസ്, ഫോറസ്റ്റ്, സ്റ്റുഡന്റ് പോലീസ്, NCC തുടങ്ങിയ വിഭാഗങ്ങൾ അണിനിരുന്ന പരേഡാണ് ഇപ്പോൾ സമാപിച്ചിരിക്കുന്നത്. എന്തായാലും തൃശ്ശൂരിലും വിപുലമായ ആഘോഷങ്ങൾ നടക്കുന്നു. ചൂരൽമലയിലും മുണ്ടക്കൈയിലും ഉണ്ടായ ദുരന്തത്തിന് അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ടായിരുന്നു തൃശ്ശൂരിലെ സ്വാതന്ത്ര്യദിന ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചത്. ഇന്നിവിടെ നടന്ന 78ാമത് സ്വാതന്ത്ര്യ ദിന പരേഡിൽ അണിനിരന്നിരിക്കുന്നത്. This is 24.